ഇന്നത്തെ വാത്സല്യം സീരിയലിൻ്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ സീരിയൽ എന്ന് പറയുമ്പം നമ്മുടെ ACP കാർത്തിക്കിന് മീനാക്ഷി എന്തൊരു നല്ലൊരു അമ്മയാണെന്ന് മനസ്സിലാവുന്നു. അത് കണ്ട് കാർത്തിക്കിന് തന്നെ ഭയങ്കര അത്ഭുതമുള്ള ഒരു നിമിഷങ്ങളാണ്. കാരണം വൈഗയുടെ സ്വന്തം അമ്മയായ മൈഥിലി വൈഗയോട് കാണിച്ചിട്ട് പെറ്റിട്ടതും അങ്ങനെ അങ്ങ് ഒളിച്ചോടി പോയ ഒരു വ്യക്തിയായ ആ അമ്മയെക്കുറിച്ചും മീനാക്ഷി എന്ന് പെറ്റിട്ട് പോലും ഇല്ലെങ്കിലും ആ ഒരു കുഞ്ഞിനോടുള്ള അത്രമാത്രം സ്നേഹം എന്താണ് മീനാക്ഷിക്കെന്ന് ACP തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ഇന്നത്തെ സീരിയലിൻ്റെ ഏറ്റവും വലിയ പ്രധാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തൻ്റെ തെറ്റുകൾക്കുള്ള പശ്ചാത്താപമോ അല്ലെങ്കിൽ അതിൻ്റെ കുറ്റബോധമോ ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ജയറാമുമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ടോട്ടൽ ഹൈലൈറ്റ്. അപ്പം നമുക്ക് ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ നോക്കാം. ഇന്നപ്പം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം കാണിക്കുന്നത് ചെമ്പകമംഗലം വീടാണ്. അപ്പോൾ രാത്രിയാണ്. ജയറാം തൻ്റെ റൂമിനകത്ത് ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യം ആലോചിക്കുവാണ്. അപ്പോൾ ആലോചിക്കുന്നതിൽ പ്രധാനമായി ആലോചിക്കുന്ന കാര്യം തന്നെ മീനാക്ഷി കരഞ്ഞുകൊണ്ട് വീട്ടിൽ കയറി വന്ന ആ ഒരു രംഗമാണ്. അതായത് ACP കവളത്തടിച്ചതിന് ശേഷം മീനാക്ഷിയുടെ കരച്ചിലും അതിനുശേഷം മീനാക്ഷിക്കുണ്ടായ മനോവിഷമങ്ങളും ഇതെല്ലാം മീനാക്ഷി ആ വീട്ടിൽ വന്ന് പറഞ്ഞു. അതായത് ACP എന്നെ തല്ലി, ACP എൻ്റെ കരണത്തടിച്ചു വെച്ച, ACP ആണെങ്കിൽ എന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, ഞാൻ കാരണമാണ് പോലും മോക്ക് ഇതൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ACP പറഞ്ഞതിനെക്കുറിച്ച് മീനാക്ഷി എങ്ങനെ സങ്കടപ്പെട്ട് പറഞ്ഞു. അതെല്ലാം ആലോചിച്ച് താൻ ഒരു തരിക്ക് പോലും വേദനിപ്പിച്ചിട്ടില്ലാതെ അത്ര പൊന്നു പോലെ നോക്കിയൊരു മോൾ താൻ ജയിലിൽ കിടന്നപ്പോഴും അവളുടെ സുരക്ഷിതം എത്ര പെട്ടെന്നെങ്കിലും ഒപ്പിക്കണമെന്ന് വിചാരിച്ച് അത്ര കരുതലുണ്ടായിരുന്ന ഒരു അച്ഛനായിരുന്നിട്ടും എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയല്ലോ, എൻ്റെ മകൾക്ക് ഇങ്ങനത്തെ ഒരു വിധി വന്നല്ലോ, ഇതിനെല്ലാം കാരണം എങ്ങനെ പറഞ്ഞാൽ ഞാൻ തന്നെ അല്ലേ എന്ന് ആലോചിക്കുന്ന ജയറാമാണ് അവിടെ. അങ്ങനെ ജയറാം ആലോചിച്ചുകൊണ്ട് അങ്ങനെ നടക്കുമ്പോഴത്തേക്കും ജയറാം എന്ത് ചെയ്യുക, അവിടെ ഒരു ഡ്രോയർ ഉണ്ട്. ആ ഡ്രോയർ തുറന്നിട്ട് അതിനകത്തുനിന്ന് ഒരു ഫോട്ടോ എടുക്കുവാണ്. അതൊരു ജസ്റ്റ് ഒരു പോർട്രേറ്റ് ആണ്. ആ പോർട്രേറ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും കാണാം അത് പണ്ടത്തെ ജയറാമിൻ്റെയും നന്ദിനിയുടെയും വിവാഹ ഫോട്ടോയാണ്. അതിപ്പം ചെതലൊക്കെ അരിച്ചിരിക്കുവാണ്. അപ്പോൾ അത് നോക്കി ജയറാമിന് സങ്കടം തോന്നുന്നുണ്ട്. കാരണം സങ്കടം തോന്നുന്നതിൻ്റെ കാര്യം ജയറാം വീണ്ടും ഫ്ലാഷ് ബാക്ക് ആലോചിക്കുവാണ്. നന്ദിനിയോട് ജയറാം കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ. അതായത് പണ്ട് ജയറാം മാധുരിയുമായിട്ട് സ്നേഹത്തിനകത്തായിരുന്ന സമയത്തിനകത്ത് ഒരു രാത്രി മാധുരിയെ കാണാൻ വേണ്ടി തന്നെയാണെന്ന് തോന്നുന്നു ഒരുങ്ങി നന്നായിട്ട് ചമഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പം നന്ദിനി വന്നിട്ട് ചോദിക്കുന്നു, ചേട്ടാ എവിടെ പോവാണ്, എനിക്കിതൊക്കെ ചോദിക്കാനായിട്ട് അധികാരം ഉണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷേ എന്നിരുന്നാലും ചേട്ടൻ എവിടെ പോകുന്നതെന്ന് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നും പറയുന്നില്ല ജയറാം. ജയറാം പാട്ടിന് വീണ്ടും ഒഴുങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുവാണ്. അപ്പോഴത്തേക്കും നന്ദിനി വീണ്ടും ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചാൽ തെറ്റിദ്ധരിക്കരുത്, എനിക്കിത് ചോദിക്കാവോന്ന് അറിയത്തില്ല, എന്നെപ്പോലത്തെ ഒരു ഭാര്യയ്ക്ക് ഇത് ചോദിക്കാൻ അവകാശമില്ല എന്നറിയാം, പക്ഷേ എന്നിരുന്നാലും ഞാൻ ചോദിക്കുവാണ് എന്ന് പറയുമ്പോഴത്തേക്കും ജയറാം പറയുന്നു, അങ്ങനെ ചോദിക്കാൻ കൊള്ളാത്തയാണെങ്കിൽ ദേവി എന്തിനാ ചോദിക്കുന്നതെന്ന് പറയുന്നു. പിന്നെ ദേവിക്ക് എന്താണ് ഈ അറിയേണ്ടത്? അല്ല എല്ലാവരും നാട്ടിൽ പറയുന്നത് ജയറാമും മാധുരിയും തമ്മിൽ ഒരു വഴിവിട്ട ബന്ധമുണ്ടെന്ന് ചേട്ടനെക്കുറിച്ച് പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നതും ജയറാമിനുടൻ തന്നെ കലി വന്ന് നന്ദിനിയുടെ ചെവിടത്തിട്ട് ഒറ്റൊരു പൊട്ടീര് പൊട്ടിക്കുന്നതാണ്. അപ്പം അത് ആലോചിക്കണം. കാരണം അന്ന് ഞാൻ അടിച്ചെങ്കിൽ ഇന്ന് എൻ്റെ മകൾക്ക് ACP കാർത്തിക് അതുപോലത്തെ ഒരു അടിയല്ലേ കൊടുത്തത് എന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് പശ്ചാത്തപിക്കണം. അന്നേരം നന്ദിനി ജയറാമിൻ്റെ അടുത്ത് അന്ന് പറഞ്ഞതാണ്, നിങ്ങൾ എന്നെ അടിച്ചത്, അതായത് ചേട്ടൻ എന്നെ ഇപ്പോൾ അടിച്ചത് ഞാൻ പറഞ്ഞ തെറ്റായിപ്പോയി, അതായത് അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്കിടയിൽ ഇല്ലാഞ്ഞിട്ട് ഞാനത് പറഞ്ഞ കൊണ്ടാണെങ്കിൽ ഞാൻ ചോദിച്ച ഞാൻ തന്നെയാണ് തെറ്റുകാരി, അതുകൊണ്ട് എന്നെ അടിച്ചതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ചേട്ടൻ എന്നെ അടിച്ചത്. പക്ഷേ എന്ന് മറിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്മിലുള്ള ബന്ധം ഞാൻ തിരിച്ചറിഞ്ഞിട്ട് അത് ഞാൻ കണ്ടുപിടിച്ചു, അന്നേരമാണ് എന്നെ ഈ അടിച്ചിരിക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് ക്ഷമിക്കാൻ പറ്റത്തില്ല. ഈ എന്നെ അടിച്ചതിനേക്കാളും ഏറ്റവും വലുതെന്ന് പറയുന്നത് എന്നെ നിങ്ങൾ കൊന്നു കളഞ്ഞാൽ മതിയായിരുന്നു, കാരണം അതായിരുന്നു എനിക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ് ആ രംഗവും ആ സങ്കടമൊക്കെ ആലോചിച്ചുകൊണ്ട് ജയറാം നിൽക്കുമ്പോഴാണ് നമ്മുടെ നന്ദിനി ആ റൂമിലേക്ക് കയറി വരുന്നത്. നന്ദിനി ഫുഡും കൊണ്ട് വരുവാണ്. ഫുഡും കൊണ്ട് വരുമ്പോഴത്തേക്കും ജയറാം ഉടൻ തന്നെ കയ്യിരുന്ന ആ പോർട്രേറ്റ് എടുത്ത് മറച്ച് പിടിക്കുകയാണ്. നന്ദിനിക്ക് ആദ്യം സങ്കടപ്പെട്ട് നിൽക്കുന്ന കണ്ടപ്പോഴേ നന്ദിനിക്ക് തോന്നി പഴയ ചെയ്ത് കുട്ടിയതൊക്കെ ആലോചിച്ച് സങ്കടപ്പെടട്ടെ, അതാ ഏറ്റവും നല്ലത്, താൻ ചെയ്തതിൻ്റെയൊക്കെ ഒരു പാഠം പഠിക്കണ്ടേ എന്ന് നന്ദിനി ആലോചിച്ചുകൊണ്ട് തന്നെയാണ് റൂമിൽ കയറി വരുന്നത്. അപ്പം ജയറാം ഉടനെ ചോദിക്കാൻ, ദേവിക്ക് ഞാൻ കാരണം ഭയങ്കര ശല്യമായല്ലേ, കാരണം എനിക്ക് വേണ്ടി ഇങ്ങനെ ഫുഡൊക്കെ തരേണ്ട വരുന്നു. അപ്പം നന്ദിനി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ പറയുന്നത് മാത്രമാണ് ഒരു ബുദ്ധിമുട്ട്, കാരണം എത്ര പറഞ്ഞാലും അമ്മയ്ക്ക് എത്ര ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാലും ജേട്ടന് തന്നെയാണ് ഈ വീട്ടിൽ എന്നെക്കാളും വളരെയധികം അവകാശവും അധികാരവും എല്ലാം തന്നെ ഉള്ളത്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ കരുതിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പം അവരുടെ സീൻ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഇവരുടെ വീട്ടിലേക്ക് ഒരു സ്ത്രീ വന്ന് കോളിംഗ് ബെൽ അടിക്കുകയാണ് ചെമ്പകമംഗലത്ത്. അപ്പം മീനാക്ഷിയാണ് പോയി ഡോറ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ആരാന്നറിയത്തില്ല ഒരു സ്ത്രീ. അപ്പോൾ ഇവിടുത്തെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി പറഞ്ഞിട്ട് വന്നതാണ്, ACP സാർ പറഞ്ഞിട്ടാന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് ACP അത് കേട്ടുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരുവാണ്. നിങ്ങൾ വന്നോ, നേരത്തെ ആണെന്നല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ആരാ ACP ഇത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നത്, ഇത് നമ്മുടെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി വന്നതെന്ന് പറയുന്നു. അതെന്തിനാ കുഞ്ഞിനെ നോക്കാൻ പുറത്തുനിന്ന് ഒരാൾ എന്ന് പറഞ്ഞ് മീനാക്ഷിക്ക് അപ്പോഴത്തേക്കും തന്നെ താൻ കുഞ്ഞിനെ നോക്കുന്നത് ACPക്ക് ഇപ്പോഴും മതി ആയിട്ടില്ലയോ, അതായത് അത്രയ്ക്ക് തൃപ്തിയില്ലയോ, താൻ എന്നൊരു അമ്മയിൽ അത്ര വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ
ഈ ACP ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് അറിയാത്തൊരു സങ്കടത്തിൽ തന്നെയാണ് മീനാക്ഷി നിൽക്കുന്നത്. അപ്പോഴത്തേക്കും മീനാക്ഷി പറയുന്നത് ACP എനിക്കൊന്ന് സംസാരിക്കണം. അത് ഇവർ ആദ്യം കയറിയിട്ട് മീനാക്ഷി എന്നിട്ട് നമുക്ക് സംസാരിക്കാമല്ലോ. അല്ല എനിക്ക് ഇപ്പം തന്നെ സംസാരിക്കണം. അപ്പം വീണ്ടും AC പറയുന്നത് അല്ല അവർ കയറിയിട്ട് മീനാക്ഷി ഇതെന്തുവാ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കിപ്പം ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, കുഞ്ഞിനെ നോക്കാൻ വന്നതിനെക്കുറിച്ചാണ് സംസാരിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ACP ഒന്ന് വന്നതെന്ന് പറയുമ്പോഴത്തേക്കും ACP മീനാക്ഷിയും കൂടെ പോയി പേഴ്സണലായിട്ട് സംസാരിക്കുകയാണ്. അപ്പം മീനാക്ഷിക്ക് സങ്കടവും ദേഷ്യവും എല്ലാം തന്നെ ഉണ്ട്. കാരണം ACP എന്താ ഇങ്ങനെ ഒരാളെ വെച്ചത്, ACP എന്നെ എന്തിനാണ് വിവാഹം കഴിച്ചത്, എന്നെ വിവാഹം കഴിച്ചത് എന്നെ വൈകമോളെ നോക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ എന്നെ വിവാഹം കഴിച്ചത്, എന്നിട്ട് ഇപ്പോൾ എന്തിനാ കുഞ്ഞിനെ നോക്കാൻ മറ്റൊരാൾ, ഞാൻ കുഞ്ഞിനെ നോക്കുന്ന ACPക്ക് തൃപ്തിയല്ലേ, അത് മതിയായില്ലേ, പിന്നെ എന്താണ് എൻ്റെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ തെറ്റുകൾ വന്നിട്ടുണ്ട്, കാരണം അതെൻ്റെ അറിവില്ലായ്മ കൊണ്ട് കുഞ്ഞിനെ നോക്കിയുള്ള പരിചയമില്ലാത്തതുകൊണ്ട്. പക്ഷേ ACP ഞാൻ ഇനി ഒരിക്കലും അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാതെ ഞാൻ കുഞ്ഞിനെ നല്ലപോലെ നോക്കിക്കോളാം, ഞാൻ അത് ACPക്ക് വാക്ക് തരുമോ എന്നൊക്കെ പറയുന്നു. ഉടനെ ACPക്ക് അങ്ങ് അത്ഭുതമായി പോയി. കാരണം താൻ പ്രസവിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കുട്ടിയായിട്ടും ആ കുഞ്ഞിനോട് മീനാക്ഷി സ്നേഹം. കാരണം മീനാക്ഷി വീണ്ടും പറയുവാണ്, ആ കുഞ്ഞ് ഞാൻ പ്രസവിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഒരു പോറ്റമ്മയാണെങ്കിലും അവളെ ഞാൻ എൻ്റെ അടുത്ത് കിടത്തി എൻ്റെ ചൂടറിഞ്ഞാണ് അവൾ വളരുന്നത്. അപ്പം വേറെ ആരെങ്കിലും കയ്യിൽ അവൾ പോവോ? ACP എന്താ അത് മനസ്സിലാക്കുന്നത്? അപ്പം എങ്ങനെയാണ് ഒരു മാതാവിൻ്റെ കയ്യിൽ നിന്ന് ഒരു കുഞ്ഞിനെ പറിച്ചു മാറ്റിയാൽ ആ മാതാവിന് തോന്നുന്ന ഒരു വികാരം എന്താണ്, അതേ വികാരമാണ് മീനാക്ഷി പ്രകടിപ്പിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഒരു രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നന്ദിനി എങ്ങനെയാണ് ACPക്ക് അമ്മയല്ലാഞ്ഞിട്ടും ഒരു അമ്മ എന്ന സ്ഥാനം നന്ദിനി വഹിച്ചത്, അതുപോലത്തെ ഒരു നന്ദിനിയെ പോലെ ഒരു അമ്മയായി തന്നെ മീനാക്ഷി മാറുന്നതാണ് നമുക്ക് എപ്പിസോഡിനകത്ത് കാണാൻ പറ്റുന്നത്. അത് കാണുമ്പോഴത്തേക്കും ACPക്ക് ഭയങ്കര ഒരു അത്ഭുതവും ഭയങ്കര എന്താണ് ഒരു താൻ ഇവളെ ആണെങ്കിലും വിവാഹം കഴിച്ചതിനകത്തൊരു അഭിമാനം തോന്നുന്നതാണ് ACPയുടെ മുഖത്ത് കാണാൻ പറ്റുന്നത്. കാരണം മൈഥിലി പെറ്റ് ആ കുഞ്ഞിൻ്റെ മുഖം പോലും നേരെ കാണുന്നതിന് മുമ്പേ കുഞ്ഞിനെ ഉപേക്ഷിച്ച് മൈഥിലി എവിടെ ഇരിക്കുന്നു, ആ കുഞ്ഞിനെ ആരും അല്ലാഞ്ഞിട്ടും തൻ്റെ ജീവിതം ഇതിനകത്ത് ബലിയാടായിട്ട് പോലും ആ കുഞ്ഞിനോട് ഇത്ര സ്നേഹം വെച്ച് ആ കുഞ്ഞിൻ്റെ അമ്മയായി തന്നെ മാറിയിരിക്കുന്ന മീനാക്ഷിയാണ് ACP കണ്ടു പറയാം. മീനാക്ഷി എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നീ ശരിക്കും ഒരു അമ്മയായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്നിൽ നിന്ന് കുഞ്ഞിനെ അകറ്റാൻ വേണ്ടിയിട്ടുള്ള ഒന്നുമല്ല എൻ്റെ താല്പര്യം. ഈ കുഞ്ഞ് നമ്മൾക്കിടയിലുള്ളപ്പോൾ മറ്റുള്ളവർ നിനക്കെതിരെ ചതി മെനയാൻ നിനക്കും എനിക്കും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി കുഞ്ഞിനെ വെച്ച് കളിക്കുന്നുണ്ട്. അതിന് നീ ഒരു ഇരയായി തീരാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നിനക്കൊരു സഹായം കൂടെ ആവട്ടെ കുഞ്ഞിനെ നോക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതിനൊന്നും ആവശ്യമില്ല, എൻ്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്കറിയാം, എനിക്ക് അതിന് ആരുടെയും ആവശ്യമില്ല. ACP എന്നെയും കുട്ടിയും തമ്മിൽ പിരിക്കല്ലെന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ നിന്നെ കുഞ്ഞിനെ തമ്മിൽ പിരിക്കാനല്ല, നിൻ്റെ കുട്ടിയാണ്, ഞാൻ ഒരിക്കലും അത് ചെയ്യത്തില്ല എന്ന് ACP വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവരെ പറഞ്ഞു വിടാനുള്ള തീരുമാനത്തിലായി. മീനാക്ഷി പറയുന്നുണ്ട് ACP എന്നെക്കുറിച്ച് ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ അതിനെല്ലാം തിരിച്ചെന്താണ് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ അതൊക്കെ എതിർത്ത് നിൽക്കും, പക്ഷേ ACP എന്നെ വിശ്വസിക്കണം, അതാണ് എനിക്ക് ഏറ്റവും പ്രധാനം എന്ന് മീനാക്ഷി പറയുന്നു. അപ്പം ACP താഴെ വന്ന് ആ ലേഡിക്ക് എന്താണ് പൈസ കൊടുത്തിട്ട് സോറി പൊയ്ക്കോ വേണ്ട എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കുന്നു. അവരും എന്താണ് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അവർ ആ പൈസ പിടിച്ച് കിട്ടിയത് സന്തോഷം, കാരണം ഒരു പണിയെടുക്കാതെ കിട്ടിയ പൈസ ആണല്ലോ, അതുകൊണ്ട് അവർ തിരിച്ച് പോകുന്നു. കാരണം ഇവിടെ വരെ വന്ന് മെനക്കെട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്ത് അവരെ വിടുന്നു. പിറ്റേത് അതേ ദിവസം തന്നെ പിന്നെ കാണിക്കുന്നത് മകൾ ഇപ്പം രണ്ടാഴ്ച തിരിച്ച് ഒരു കയറൊക്കെ കെട്ടിയിരിക്കുകയാണല്ലോ. അപ്പം അതിൻ്റെ ഇപ്പുറത്തെ വശത്ത് എന്താണ് ACPയും അതുപോലെ തന്നെ നമ്മുടെ മീനാക്ഷിയും പിന്നെ എന്താണ് ACPയുടെ ഫാദറും പിന്നെ അതുപോലെ അമ്മയും എല്ലാവരുമായിട്ട് എന്താണ് ഒരു ഭാഗത്ത് നിൽക്കുന്നു, രാമേട്ടൻ എല്ലാവരും ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇപ്പോഴത്തെ ഭാഗത്ത് എന്താണ് മറ്റേ ഓപ്പോസിറ്റ് മാലതിയും അതുപോലെ തന്നെ എന്താണ് ഇനി രാജലക്ഷ്മിയൊക്കെ വരാൻ നിൽക്കുന്നു, നന്ദിനി എല്ലാവരായിട്ട് നിൽക്കുന്നു. അപ്പോഴത്തേക്കും മാലതിയുടെ ഹസ്ബൻഡുണ്ട്. അപ്പോഴത്തേക്കും നേരെ എന്താണ് ACPയുടെ അച്ഛൻ അതായത് രാമേട്ടൻ വന്നിട്ട് കോറം തികഞ്ഞാലും ഇനി മീറ്റിംഗ് തുടങ്ങാമല്ലോ, അമ്മ വന്നില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേക്കുമാണ് അല്ല ഏട്ടത്തി എന്ത് ചെയ്യുന്നൊക്കെ ഇവിടെ മാലതി ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നത് എന്താണ് അവൾ വന്നോളും എന്ന് പറയുമ്പോഴത്തേക്കും നേരെ വന്നിട്ട് എനിക്കാരെയും മീറ്റിങ്ങിനകത്തൊന്നും പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് സാവിത്രിയും ഭയങ്കര പോസ് കാണിച്ച് എപ്പോഴത്തേയും പോലെ ഡയലോഗ് അടിക്കുകയാണ്. ഉണ്ടപ്പോൾ ചേച്ചി എന്താ അങ്ങനെ പറയുന്നത്, ചേച്ചി ഈ കുടുംബത്തിലൊരു അംഗമല്ലേ, ഞാൻ എൻ്റെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്, അല്ലാതെ എനിക്ക് ഇതിനകത്ത് കുടുംബാവകാശമൊന്നും താല്പര്യമില്ല, നിനക്കൊരു ചേച്ചി ഉണ്ടല്ലോ, അതായത് എന്നെക്കാൾ നല്ല കുടുംബ മഹിമയുള്ള ഒരു ചേച്ചി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ എന്നെ, അങ്ങനെയല്ല ചേച്ചി, ഏട്ടത്തി എപ്പോഴും എൻ്റെ എന്താണ് ഏറ്റവും മികച്ച ചേച്ചി തന്നെയാണ്, ചേച്ചിയും എൻ്റെ ചേച്ചി തന്നെയാണല്ലോ ചേച്ചി, അതല്ലാതെ ആവത്തില്ലല്ലോ എന്ന് സംസാരിക്കുകയാണ്. അപ്പം ആ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നേരെ എന്താണ് ഈ ജയറാമൻ എന്താണ് ജേട്ടനാണെങ്കിൽ ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നു. അപ്പോഴത്തേക്കും മീനാക്ഷി ഉണ്ട് അച്ഛൻ, അതായത് ജയറാമൻ ഈ മീറ്റിങ്ങിനകത്ത് കയറണോ വേണ്ടയോ എന്ന് അറിയത്തില്ല, കാരണം അമ്മയ്ക്കത് ഇഷ്ടപ്പെടുമോ പെടത്തില്ല എന്നുള്ള കാര്യം അറിയാത്തതുകൊണ്ട് ആ ഒരു ഭയത്തിൽ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇവരൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അനിയൻ വിളിക്കുന്നുണ്ട്, വാ ചേട്ടാ എന്ന് പറയുന്നുണ്ട്. അല്ല വേണ്ട, അമ്മയ്ക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കത്തില്ല എന്നൊക്കെ ജയറാം പറയുന്നു. അപ്പോഴത്തേക്ക് രാജലക്ഷ്മി വന്നു കഴിഞ്ഞു. അപ്പോൾ രാജലക്ഷ്മി ഉണ്ട്, കൈവെള്ളട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് എന്താണ് സാവിത്രി മുട പറഞ്ഞ് നിൽക്കുമെന്നല്ലോ, അത് കണ്ടിട്ട് കൈവെള്ളിട്ട് പറയുന്നു അത് നീ കാര്യമാക്കണ്ട രാജലക്ഷ്മി, എല്ലായിടത്തും ഉണ്ടാവും ഇങ്ങനത്തെ എന്താണ് ഒന്നിനും കൊള്ളാത്ത ഒരു പഞ്ചായത്ത് മെമ്പർ, അതായത് എല്ലാം മുടക്കാൻ വേണ്ടി നടക്കുന്ന ഒരു പഞ്ചായത്ത് മെമ്പർ കാണും, അതുപോലെയാണ് അവളെന്ന് പറഞ്ഞിട്ട് അവർ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മീറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും
വേറെ ഒന്നുമല്ല, പ്രധാന കാര്യം എന്ന് പറയുന്നത് എൻ്റെ മകനെ, അതായത് എൻ്റെ ജയറാം എന്ന് പറഞ്ഞ മകൻ, മൂത്ത മകൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ വന്നതാണ് നന്ദിനി, എൻ്റെ മരുമകളായി. ഇപ്പോൾ അവൾ എൻ്റെ മകളാണ്. കാരണം എൻ്റെ മകനെ ഇരിക്കപ്പിണ്ട ഞാൻ വെച്ച് തന്ന എല്ലാവർക്കും അറിയാം. അത് പറയുമ്പോഴത്തേക്കും എൻ്റെ സ്ഥാനത്തിനകത്ത് നോക്കുമ്പോൾ അവനിപ്പോൾ എനിക്ക് ജീവിച്ചിരിപ്പില്ല എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, സഹോദരങ്ങൾ കയറി ഇടപെടണം. അമ്മ അങ്ങനെ പറയില്ല, അധിക പ്രസംഗം തരാമെന്ന് വിചാരിക്കല്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരിക്കലും പറയില്ല. കാരണം എൻ്റെ മനസ്സിൽ എൻ്റെ ചേട്ടൻ എനിക്ക് തന്ന ഓർമ്മകളെല്ലാം അതുപോലെ തന്നെ ഉണ്ട്. എനിക്ക് എൻ്റെ ചേട്ടൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ രാജലക്ഷ്മി പറയുവാണ്, എന്താണ് നന്ദിനി വിവാഹം കഴിപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത്. എല്ലാവരും വണ്ടടിച്ച് നിൽക്കുവാണ്. അടുത്തത് നന്ദിനിയുടെ വിവാഹം. ആ വിവാഹത്തിനെക്കുറിച്ചുള്ള സംസാരം കേൾക്കുമ്പോൾ ജയറാമിൻ്റെ റിയാക്ഷൻ, പിന്നെ അതുപോലെ തന്നെ മീനാക്ഷി ആവട്ടെ, അതുപോലെ ACP ആവട്ടെ, ഇവരെല്ലാം റിയാക്ഷൻസൊക്കെയാണ് അടുത്ത എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ്. അപ്പം എല്ലാവരും ചാനൽ കാണുക, റിവ്യൂ ഒക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ഒക്കെ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്